प्यारे बच्चों, आदाब। कैसे हैं आप लोग? ठीक है ना? आज की क्लास में आप सबका खैर मक़दम है. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. നമുക്ക് തുടങ്ങാല്ലേ? ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ എങ്ങനെ പോകുന്നു? സുഖമല്ലേ കുട്ടികൾക്ക് എല്ലാവർക്കും? പ്രവർത്തനം ചെയ്യാനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നില്ലേ? നമ്മൾ 7ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റ് റിവിഷൻ നടത്തിയത് വളരെ നന്നായി തോന്നുന്നുണ്ട്. കാരണം ഒരുപാട് കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ അത്തരത്തിലുള്ള ഒരു ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ അത് പിന്നോക്കക്കാരായ കുട്ടികൾക്ക് വളരെ ഉപകാരപ്പെടും. അതോടൊപ്പം ചില കുട്ടികൾ പ്രവർത്തനം ചെയ്തിട്ട് നമ്മളെ ക്ലാസ്സിൻ്റെ ഒപ്പം എത്തിയിട്ടുണ്ടാവില്ല. അത്തരം കുട്ടികൾക്ക് ഇതുപോലെയുള്ള റിവിഷൻ ക്ലാസ് വളരെ ഉപകാരപ്പെടാം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇപ്പോൾ 2ാമത്തെ ഒരു യൂണിറ്റ് കഴിഞ്ഞ് നിൽക്കുകയാണല്ലോ. 2ാമത്തെ യൂണിറ്റും അത്തരത്തിലൊന്ന് നമ്മളൊന്ന് പരസ്പരം ചർച്ച ചെയ്ത് കുട്ടികളിലേക്ക് എത്തിച്ചു. ഒന്നാമത്തെ യൂണിറ്റ് ചെയ്ത ഉടനെ തന്നെ പല രക്ഷിതാക്കളും കുട്ടികളൊക്കെ നമ്മളെ വിളിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെ എല്ലാ യൂണിറ്റുകളും ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പ്രത്യേകം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ വളരെ വിശദമായ രീതിയിൽ തന്നെയാണ് റിവിഷൻ കൈകാര്യം ചെയ്തത്. ഇപ്പോൾ 2ാം യൂണിറ്റ് നമുക്ക് ആ രീതിയിൽ ഒരു റിവിഷൻ ആവശ്യമാണ് അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോൾ 2ാമത്തെ യൂണിറ്റിൽ 0 പേജ്, അതിൽ ആദ്യം ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ദ്വായ നസമുണ്ട്, ബച്ചയ്ക്ക് ദ്വാ. അതിലെ 2 വരികളാണല്ലോ കൊടുത്തിട്ടുള്ളത്. ജിന്ദഗി ഹോ മേരി പർവാന കി സൂറത്ത് യാ റബ്, ഇൽമി കി ഷമ്മ സെ ഹോ മുജിക്കോ മൊഹബ്ബത്ത് യാ റബ്. എൻ്റെ ഒന്നാമത്തെ വരി എന്താ? ഒന്നാമത്തെ വരി അല്ലേ, അത് വളരെ പ്രസക്തമാണ്. മേരി ജിന്ദഗി പർവാനിക്ക് സൂറത്ത് യാ റബ് അല്ലേ? സ്കൂളിൽ സാധാരണ നമ്മൾ ഉറുദുവിന് പ്രാർത്ഥനയായി കൊടുക്കുന്ന ഒരു പാട്ടാണ്. പല സ്കൂളിലും പ്രാർത്ഥനാഗീതമായിട്ട് വരാറുണ്ട്. ലപ്പെ ആത്തി ഹെ ദുആ ബൻകെ തമന്ന മേരി, അതിലുള്ള 2 വരികളാണ്. അപ്പോൾ എൻ്റെ ജീവിതം ഒരു ഇയാമ്പാറ്റയെ പോലെ ആവണേ എന്നൊരു പ്രാർത്ഥന അല്ലേ? അതുപോലെ അറിവിൻ്റെ വിളക്കിനോട് എനിക്കൊരു സ്നേഹമുണ്ടാവണേ എന്നൊരു പ്രാർത്ഥന. അവിടെയുള്ള തസ്വീർ देखिए. പിന്നെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര് പഠിത്തേ രഹോ ബർത്തേ രഹോ. ആദ്യ യൂണിറ്റിൻ്റെ പേര് പഠിത്തേ രഹോ ബർത്തേ രഹോ. ഓർമ്മയുണ്ടല്ലോ? പഠിച്ചുകൊണ്ടിരിക്കൂ, വായിച്ചുകൊണ്ടിരിക്കൂ, വളർന്നു കൊണ്ടിരിക്കൂ, വായിക്കൂ, വളരൂ. ओके, पहला मॉड्यूल क्या है? हम भी कुछ कर सकते हैं. हम भी कुछ कर सकते हैं. നമുക്കും ചിലത് ചെയ്യാൻ കഴിയും. അവിടെ ആദ്യ സീന് എന്ന് പറയുന്നത് ഒരു സ്കൂളിലെ രംഗാണ്. ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ബാബു എന്ന പേരുള്ളൊരു കുട്ടി പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ടീച്ചർ ആദ്യമായിട്ട് ബാബുവിനെ വിളിച്ച് ബാബു ഇധർ ദേഖോ എന്ന് പറയുന്ന ഭാഗത്തിലൂടെയാണ് ഈ പാഠഭാഗം ആരംഭിക്കുന്നത്. ബാബു ഇവിടെ നോക്കൂ. അപ്പോൾ പുറത്ത് ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാബു അങ്ങോട്ട് നോക്കി കൊണ്ടിരിക്കുമ്പോഴാണ് ടീച്ചർ ഇടപെടുന്നത്. അപ്പോൾ ബാബു പറയുന്നുണ്ട് അവിടെ ഒരു കുട്ടി ജോലി ചെയ്യുന്നു, ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന്. അവിടുത്തെ ആ തസ്വീർ, ആ ഒരു കാര്യം, ആ രംഗം കാണിക്കുന്നുണ്ട്. പിന്നീട് വരുന്നത് ഈ ബാബുവും ടീച്ചറും തമ്മിലുള്ള ഗുഫ്തഗു, ഒരു സംഭാഷണമാണ്. സംഭാഷണത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ ബാബു ഈ രംഗം കണ്ടതിന് ശേഷം, കാരണം ബാബു പറയുന്നുണ്ട് ടീച്ചറെ നോക്കൂ, ആ കുട്ടി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ലടുക്ക നമ്മുടെ ഈ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടീച്ചർ അതിൻ്റെ ഒരു വിശദീകരണം കൊടുക്കുകയാണ്. ഈ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ധാരാളം കുട്ടികൾ കൈ ബച്ചേ ഹേ, അവർ ജോലി ചെയ്യാൻ നിർബന്ധിതരാണ്. ജോ കാം കർണേ പർ മജ്ബൂർ ഹേ എന്ന് ടീച്ചർ പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ നിർബന്ധിതരായത് എന്ന് ബാബു ചോദിക്കുമ്പോൾ ടീച്ചർ പറയുന്നു, ഒരു പക്ഷേ അവർ ദാരിദ്ര്യം കൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാവാം. അപ്പോൾ ബാബുവിൻ്റെ ഒരു പ്രസക്തമായൊരു ചോദ്യം ഉണ്ട് അവിടെ. ടീച്ചർ ക്യാ വോ സ്കൂൾ നഹി ജായേഗ. ആ ചോദ്യമാണ് ഇവിടെ പ്രസക്തം. ഏതൊരു കുട്ടിയും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ടാവില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ടീച്ചർ മറുപടി പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള അവസരം എവിടെയാണ്?
हिंदुस्तान में कई बच्चे तालीम से दूर है ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസത്തിൽ നിന്ന് വിദൂരത്താൻ അവർക്ക് സാധ്യമല്ല. അതെ അതെ ഒരുപാട് നാടുകളിൽ പുറത്തിറങ്ങി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും. അതെ അതെ ജീവിക്കുന്ന ഈ പിന്നെ ചൈൽഡ് ലേബർ പല ഭാഗത്തുമുണ്ട്. പക്ഷെ നമ്മുടെ ഗവൺമെൻറ് ഉൻകേലിയെ ബഹുത് കുച്ച് കർ റഹി ഹെ അല്ലേ, വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാബു ചോദിക്കുകയാണ്, ഹം ഉൻ ബച്ചോं के लिए कुछ नहीं कर सकते, നമുക്ക് ആ കുട്ടികൾക്ക് വേണ്ടി വല്ലതും ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിലൂടെയാണ് ഈ മൊഡ്യൂളോടെ അവസാനിക്കുന്നത്. എൻ്റെ ആ ചോദ്യത്തിനുള്ള ഉത്തരാണ് ശരിക്കും ഈ പാഠം പേരിലെ കുച്ച് കർ സക്തേ ഹെ. അതെ അതെ, ഇത് നമ്മൾ ശരിക്ക് നമ്മൾ കുട്ടികളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം ആണ് ബാബു അവിടെ ചോദിച്ചിട്ടുള്ളത്. ഇതിലെ വർക്കുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഹമാരെ ആസ് പാസ് ബി ഇസി തരഹ കെ ബच्चे होंगे उनकी तालीम के लिए हम क्या कर सकते हैं ചന്ദ് ജുംല ലിഖിയെന്നാണ്. നമ്മുടെ പരിസരത്ത്, സ്കൂളിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ വീടിൻ്റെ പരിസരത്തോ ഒക്കെ ഇതുപോലുള്ള ധാരാളം കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, ആ വർക്കാണ്. ആ വർക്കൊന്ന് നോക്കൂ. പിന്നീട് അടുത്ത വർക്കായിട്ട് വരുന്നത് കേരളക്കെ ലോഗ് കോൻ കോൻ സി നൗക്കരിയാൻ കർത്തി ഹെ. കേരളത്തിലെ ജനങ്ങൾ ഏതൊക്കെ തൊഴിലുകൾ, നൗക്കരി തൊഴിൽ, ഏതൊക്കെ തൊഴിലുകളാണ് ചെയ്യുന്നത്. ചന്ദ് പേശോക്കെ നാം ലിഖിയെ. അപ്പോൾ തൊഴിലുകളിൽ ഉറുദുവിന് ധാരാളം പേരുകൾ ഇവിടെ പരിചയപ്പെടുന്നുണ്ട്. ഓർ കിസി ഏക് പേശയ്ക്ക് ബാരമേ ചന്ദ് ജുംല ലിഖിയെ. ഏതെങ്കിലും ഒരു തൊഴിലിനെക്കുറിച്ച് ജുംല എഴുതാനാണ്. ആ വിദ്യാർത്ഥികൾ വളരെ നല്ല രീതിയിൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ഉത്തരത്തിൽ കുറിച്ചൊക്കെ വളരെ എളുപ്പമായിട്ട് കഴിയും. കിസാൻ, കർഷകനെ പോലുള്ള, അതെ അതെ, അങ്ങനെയുള്ള പല തൊഴിലിനെക്കുറിച്ചും കുട്ടികൾ വിശദമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ വർക്കിൻ്റെ ഉത്തരത്തിലേക്കൊന്ന് പോവാം. പിന്നീട് മറ്റൊരു വർക്കാണ് ബാബു ഗരീബ് ലഡ്കെ പാസ് ഗയ ഓർ ബാത്തേ കർണേ ലഗ ദോനോ കി ഗുഫ്തഗു ലിഖിയെ. അത് സത്യത്തിൽ നല്ല എളുപ്പമുള്ള വർക്കല്ലേ? എളുപ്പമുള്ള വർക്കാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു പുതിയ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ പേര് ചോദിക്കാം, പിന്നെ വീട് ചോദിക്കാം. അപ്പോൾ 5ാം ക്ലാസ് മുതൽ തന്നെ അതൊരു കുട്ടികൾ ശീലിച്ചു വരുന്ന ഒരു ചോദ്യ പാറ്റേൺ ആണ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. ആപ്കാ നാം ക്യാ ഹേ, ആപ്കാ ഘർ കഹാ ഹേ, അല്ലേ? പിന്നെ സംഭാഷണം മാത്രമല്ല, ഈ പാഠത്തിൽ തന്നെ അതിൽ ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. സ്കൂൾ നഹി ജാത്തെ, എന്തുകൊണ്ട് സ്കൂൾ പോവാത്തെ, വളരെ നല്ല. അതുകൊണ്ട് തന്നെയാണ് ധാരാളം കുട്ടികൾ വളരെ നല്ല രീതിയിൽ ഈ ഗുഫ്തഗു കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബാബുവും ഗരീബ് ലഡ്കയും തമ്മിലുള്ള ഗുഫ്തഗു, അതിൻ്റെ ആ ഉത്തരം ഒന്ന് ശ്രദ്ധിക്കൂ. ഓക്കെ, ഇത്രയുമാണ് ആദ്യ പാഠം. ഇനി രണ്ടാമത്തെ മോഡലിലേക്ക് പോവാം. ഏഴാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം ജൽസലേക്ക് യാദുമേ എന്നാണ് പാഠത്തിൻ്റെ പേര്. ജൽസലേക്ക് യാദുമേ. ഇതൊരു കഥയാണ്. ഇത് സത്യത്തിലൊരു നടന്ന അനുഭവ കഥയുടെ രൂപത്തിലാണ് ഈ കഥ ഇതിൽ വിവരിച്ചിട്ടുള്ളത്. ഈ കുട്ടി, അത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ ബാബു കണ്ട കുട്ടിയുടെ ഒരു ചിത്രത്തിൽ കണ്ട കുട്ടി. അതെ അതെ, തുടർച്ചയാണ്. തീർച്ചയായും ഇത് അതിൻ്റെ ഒരു തുടർച്ചയാണ്. ആ കുട്ടിയുടെ ഒരു ജീവിത കഥയാണ്. പേര് പോലെ ജൽസലേക്ക് യാദുമേ എന്ന് പറയുമ്പോൾ ജൽസല എന്നാൽ ഭൂകമ്പം എന്നാണ് അർത്ഥം. തീർച്ചയായും ഈ കുട്ടി ഈ അവസ്ഥയിൽ എത്തപ്പെട്ടത് എങ്ങനെയെന്ന് വിവരിക്കുന്ന ഒരു പാഠഭാഗമാണിത്. ജോലിക്ക് പോകാൻ നിർബന്ധിതനാകാനുള്ള കാരണം എന്താണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കഥയാണിത്. കഥ ഒരു ലഘുവായി നമുക്ക് പറയാം. ഈ കുട്ടി ലാത്തൂറിലാണ് ജനിച്ചു വളർന്നത്. തൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ഏക മകനായിരുന്നു. സമീർ എന്നായിരുന്നു ഈ കുട്ടിയുടെ പേര്. സമീറിൻ്റെ ഉപ്പ വലിയ ഓഫീസറായിരുന്നു. ബഡാ അഫ്സർ था. वो हमेशा कहते थे पढ़ाई में ज़्यादा तवज्जो रखो, പഠനകാര്യത്തിൽ നല്ലോണം ശ്രദ്ധിക്കണം, എന്നാലേ വലിയ ആദ്മിയാവുള്ളൂ, വലിയൊരാളാവുള്ളൂ. അതെ അതെ അതെ, കുട്ടികളോട് എല്ലാവരോടും, നിങ്ങളോടൊക്കെ കുട്ടികളോടൊക്കെ പറയാറുണ്ടാവും,
നിങ്ങൾ പഠിക്കണം കേട്ടോ എന്നുള്ള രീതിയിൽ വീണ്ടും വീണ്ടും പറയുന്നത് രക്ഷിതാക്കൾക്ക് ആ കുട്ടികളിൽ അത്രത്തോളം അവർ പ്രതീക്ഷ വെക്കുന്നുണ്ട്. നമ്മുടെ മക്കളൊക്കെ നന്നായി പഠിച്ച് വലിയ ആളാവണമെന്ന വലിയ സ്വപ്നമാണ് അവർക്കുള്ളത്. പക്ഷെ എന്ത് ചെയ്യാം, ഖുദാക്കി തഖ്ദീർ, ദൈവത്തിൻ്റെ വിധി പോലെ ഒരു ദിവസം അവരെല്ലാവരും ഗഹരി നീന്തുമേത്ത അഗാധമായ ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിനിടയിൽ ഒരു വലിയ പേടിപ്പെടുത്തുന്ന ശബ്ദം കേട്ടിട്ടാണ് ഡറാവിനി ആവാസ് സുൻകർ എന്ത് ചെയ്തു, അവൻ എഴുന്നേറ്റു. എഴുന്നേറ്റ സമയത്ത് അവൻ കണ്ട കാഴ്ചയാണ് വലിയ ഭയാനകം. കാരണം അവന് അതുവരെ കിടന്നിരുന്ന വീടിൻ്റെ സ്ഥലത്ത് പത്തറോം കാ ഠേർ ഹെ, ഒരുപാട് കല്ലുകൾ ഇങ്ങനെ കൂടിക്കിടക്കുന്നതാണ് കണ്ടത്. വലിയ വിഷമകരമായൊരവസ്ഥയാണത്. മാത്രമല്ല അവൻ്റെ സ്വാഭാവികമായിട്ട് നമ്മളെന്ത് ചെയ്യും, നമ്മൾ അത്തരം ഒരു സന്ദർഭത്തിൽ തൻ്റെ മാതാവിനെയും പിതാവിനെയൊക്കെ നോക്കും, രക്ഷിതാക്കളെ നോക്കും. പക്ഷെ രക്ഷിതാക്കളെ നോക്കുമ്പോൾ ഉമ്മയാണെങ്കിൽ ഗിരി ഹുയി ദീവാർ കെ നീച്ചെ ബേഹോഷ്, വീണ് കിടക്കുന്ന ചുമരുകൾക്കിടയിൽ ബോധം കെട്ട് കിടക്കുക, അബോധാവസ്ഥയിലാണ്. അബ്ബു ആണെങ്കിലോ, അബ്ബു ഇതുപോലെ തന്നെ സഹ്മ്, ഒരുപാട് മുറിവുകളൊക്കെ പറ്റിയിട്ട്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഓബി ബേഹോഷാവും, അവർ ബോധം കെട്ടു വീണു. അതുപോലെ നമ്മുടെ സമീറും ബോധം കെട്ടു. സമീർ ബോധം കെട്ടിട്ട് അവന് കണ്ണ് തുറന്ന സമയത്ത് അവന് ഹോസ്പിറ്റലിലാണ്, അസ്പത്താൽ മേത്ത, ആശുപത്രിയിലായിരുന്നു. ആശുപത്രിയിലെ ചികിത്സയൊക്കെ കഴിഞ്ഞു. ഉമ്മ പോയി, ഉപ്പ പോയി. വീടാണെങ്കിൽ വീട് നഷ്ടപ്പെട്ടില്ലേ. അപ്പോൾ സമീറിന് അറിയില്ല ഇനി എങ്ങോട്ട് പോവണം. കഹാൻ ജാവും ക്യാ കരും, എന്ത് ചെയ്യണം, ഇതൊന്നും അറിയാതെ അവനാകെ എന്ത് ചെയ്യണം എന്നറിയാതെ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ചലനയിലേക്ക് നടക്കാൻ തുടങ്ങി. അവൻ ഒരുപാട് ദൂരം നടന്ന് ഏക്ക് ബഡേ പേടിക്കെ നീച്ച് വോ ബൈഠ, ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ അവൻ ഇരുന്നിട്ട് വോ ക്യാ സോച്ചാ ഹോഗ എന്നതാണ് ഇതിലെ ഒരു പ്രവർത്തനം. വളരെ പ്രസക്തമായൊരു ചോദ്യമാണത്. കാരണം അത്തരം ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കുക. ഒരു നല്ല കുടുംബത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷയോടുകൂടി ആ സമയത്ത് എല്ലാം നഷ്ടപ്പെട്ട് വരികയാണ്, ഒറ്റപ്പെട്ട്. ആ സമയത്തുള്ള അച്ഛനും എല്ലാവരും വേണ്ടപ്പെട്ട എല്ലാവരും പോയി, വീടും പോയി. അതെ അതെ. ഇനി ഒരു ലക്ഷ്യമില്ലല്ലോ, എവിടെ താമസിക്കും, എങ്ങോട്ട് പോകും, അങ്ങനത്തെ ചിന്താഗതിയിൽ ഇരിക്കുമ്പോൾ ആ ചിന്തകൾ അല്ലേ. ആ ചിന്തകൾ എന്തൊക്കെയായിരിക്കും എന്നും നോക്കൂ. ഓക്കെ, ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സഹായഹസ്തം എന്ന പോലെ ഒരാൾ അവിടേക്ക് വരുന്നത്. അയാളുടെ ഒരു ഔസാഫ് എന്ന് പറയുന്നത്, ഒരു വിശേഷണം എന്ന് പറയുന്നത്, അയാളേക്ക് ഒരു ബൂഢയായിരുന്നു, വൃദ്ധനായിരുന്നു. പക്ഷെ അയാൾക്ക് ബച്ചേ നഹീത്തെ, കുട്ടികളൊന്നുമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വൃദ്ധനായ അയാൾ സൽമാനോട് എന്താ, അദ്ദേഹത്തിൻ്റെ പേര് സൽമാൻ, അദ്ദേഹത്തിൻ്റെ പേര് സൽമാൻ എന്നായിരുന്നു. സൽമാൻ സമീറിനോട്, നമ്മളെ കുട്ടിയോട് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായതെന്നൊക്കെ ചോദിച്ച സമയത്ത് സമീർ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സൽമാൻ സ്വാഭാവികമായിട്ടും ഹംദർദി, ആ കുട്ടിയോടൊരു സഹതാപം ഉണ്ടാവുമല്ലോ. അതെ, ആ രീതിയിലൊരു സഹതാപമൊക്കെ തോന്നിയിട്ട് അപ്പിനെ ബച്ച ബനാലിയ, സൽമാൻ സമീറിനെ തൻ്റെ സ്വന്തം മകനായിട്ട് കാണുകയും അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ സൽമാൻ വാർദ്ധക്യത്തിലും വയസ്സായ സമയത്തും ജോലി ചെയ്യുന്ന ആളായിരുന്നു. മക്കളാരും സമ്പാദിച്ചു കൊടുക്കാനൊന്നും ഇല്ലല്ലോ. അതെ. അപ്പോൾ വീട്ടിലെ റോട്ടി ദൈനംദിന ചെലവുകൾക്ക് വേണ്ടി സൽമാൻ തന്നെ എന്ത് ചെയ്യണം, ജോലി ചെയ്യണം. അപ്പോൾ വാർദ്ധക്യ സമയത്തും സൽമാൻ ഇത്തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുമ്പോൾ സമീറിന് എന്ത് തോന്നി, സഹായിക്കണം തോന്നുമല്ലോ. കാരണം എന്താ വെച്ചാൽ സമീറിനെ വൃദ്ധനാണ്, സമീറിനെ സഹായിച്ചതാണ്. സമീർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ
ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സമയത്തിലാണ്, വിഷമം പിടിച്ച് നിൽക്കുന്ന സമയത്തിലാണ് സൽമാൻ സഹായിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? സൽമാനെ സഹായിക്കാൻ തുടങ്ങി. ഈ സമയത്തായിരിക്കാം ഒരു പക്ഷേ ബാബു ജോലി ചെയ്യുന്ന അതെ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇതിലുള്ള പ്രവർത്തനങ്ങൾ ഇതൊരു വലിയ പാടാണെങ്കിലും കഥയായതുകൊണ്ട് നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റഡ് ആണ്. അതെ അതെ, കഥയായതുകൊണ്ട്. സമീർ തൻ്റെ കഥ ബാബുവിനോട് പറയാനല്ലോ. അതെ അതെ, അവസാനം പറയുന്നുണ്ട് ഈ സമീറിന്റെ കഥ കേട്ട് ബാബുവിന്റെ കണ്ണുകൾ നിറയും. അതെ, കണ്ണുകൾ നിറയും. അതിലെ ഫസ്റ്റ് വർക്കും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണല്ലേ? അതെ അതെ, ആ കഥ കേൾപ്പിച്ചതിന് ശേഷം ബാബു ഈ കഥയൊക്കെ കേട്ടിട്ട് ക്യാ സോച്ചാ ഹോഗ എന്നുള്ളതാണ് ചോദ്യം. ബാബു ഈ കഥ കേട്ടതിന് ശേഷം ബാബു എന്തൊക്കെയാണ് ചിന്തിച്ചിട്ടുണ്ടാവുക? സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ഇങ്ങനെയുള്ള ഒരു കുട്ടിയുടെ കഥ കേൾക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികളോടുള്ളൊരു ചോദ്യമാണത് അല്ലേ? കുട്ടികളോട് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് സത്യത്തിൽ അത്. ഈ പ്രവർത്തനം ഒന്ന് നോക്കൂ. ഇതിലെ രണ്ടാമത്തെ അടുത്തൊരു പ്രവർത്തനം എന്ന് പറയുന്നത് കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ സമീറിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ അഗർ ആപ്കി മുലാഖാത്ത് സമീർ സെ ഹുയേ തോ ആപ്പ് ക്യാ ക്യാ സവാലാത്ത് കരേഗെ. ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ്. എന്തൊക്കെ ചോദ്യം ചോദിക്കും അല്ലേ? സമീറിനെ പോലുള്ള ഒരാളെ നിങ്ങൾ കാണുകയാണെങ്കിൽ എന്തൊക്കെ ചോദ്യം ചോദിക്കും? അതെ, ഇത് കുറച്ചുകൂടി പറയുകയാണെങ്കിൽ കുറച്ച് സിമ്പിളാണ്. കാരണം അതെ, നേരത്തെ ഒരു സംഭാഷണം നമ്മൾ കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം ഇവിടെ കുറച്ചുകൂടി കുട്ടികൾക്ക് വളരെ സിമ്പിളായി എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. അത്തരത്തിൽ ആ കുട്ടികൾ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റെസ്പോൺസ് കിട്ടിയിട്ടുമുണ്ട്. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, ഇനി ഇതിലുള്ള മറ്റൊരു പ്രവർത്തനം വലിയ പാടായതുകൊണ്ട് തന്നെ കുറച്ച് പ്രവർത്തനം ഇതിൽ കൂടുതലുണ്ട്. അതെ, 7ാം ക്ലാസ് 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് 7ാം ക്ലാസ്സിലെത്തിയാലോ. അപ്പോൾ ഒരുപാട് കാലം സൽമാനോട് കൂടെ സമീർ ജോലി ചെയ്തു. പിന്നീട് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്നതാണ്. കഹാനിക്കോ ആകെ ബടാന. ഒരു കഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ചോദ്യം പ്രതീക്ഷിക്കാം. അതെ അതെ, ചോദിക്കാം. അപ്പോൾ ഇവിടെ ഇത് കുട്ടിയുടെ കുറച്ച് ഭാവന കൂടി മനസ്സിലാക്കാനുള്ള ഒരു പ്രവർത്തനമാണ്. കുട്ടികൾക്ക് എത്രത്തോളം ഈ കഥയുമായി ബന്ധപ്പെട്ട് ഉയർന്ന് ചിന്തിക്കാൻ കഴിയും, ഇനി എന്തായിരിക്കും, പിന്നീട് എന്തായിരിക്കും എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് അവരുടെ ചിന്തയെ വളർത്താൻ സഹായകമായൊരു നല്ല പ്രവർത്തനമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതെ അതെ, തീർച്ചയായും ഒരു കുട്ടി ചിന്തിക്കുന്ന പോലെ ആവില്ല മറ്റൊരു കുട്ടി ചിന്തിക്കുക. അപ്പോൾ ഒരു കുട്ടിയുടെ കഥ വേറെ ആയിരിക്കും, ഒരു കുട്ടിയുടെ കഥ വേറെ ആയിരിക്കും. ഓരോരുത്തരും അവരുടെ ഇമാജിനേഷൻ അനുസരിച്ചിട്ടാണ് കഥ തയ്യാറാക്കുക. അത്തരത്തിൽ തയ്യാറാക്കിയ കഥയുടെ ഒരു ബാക്കി ഭാഗം നമുക്ക് പരിചയപ്പെടാം. ഇതിലെ ഒരു പ്രവർത്തനം, ഇതൊരു കഹാനിയാണല്ലോ. കഹാനി ആയതുകൊണ്ട് തന്നെ ഇതിലെ കഥാപാത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലേതെല്ലാം കഥാപാത്രങ്ങളുണ്ട്, ഏത് കഥാപാത്രത്തെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും ഒരു തീർച്ചയായും കാരണം ഉണ്ടാവുമല്ലോ. എന്താണ് കാരണം? ഏത് കഥാപാത്രത്തെയാണ് ഇഷ്ടപ്പെട്ടത്? ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു. കഥ വന്നാൽ നമ്മൾ നിർബന്ധമായിട്ടും നമുക്ക് മനസ്സിലാക്കണം കഥാപാത്രത്തെ കുറിച്ച് എഴുതാൻ പലപ്പോഴും ഉണ്ടാവും. തീർച്ചയായും ഉണ്ടാവും അല്ലേ? അതെ. അപ്പോൾ ഈ ഓരോ പ്രവർത്തനത്തിൽ നമുക്ക് ഇതൊന്ന് പ്രധാനമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഏത് കഥ ഇനിയും വരുന്ന പാഠഭാഗങ്ങളിലൊക്കെ കഥകൾ വരികയാണെങ്കിൽ അതിലെ കിർദാറിന് എഴുതാൻ പറയാൻ സാധ്യത. അതെ അതെ അതെ, കിർദാർ ഏതൊക്കെയാണ്, ആ കഥയുടെ പേരും ആ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് കുട്ടികൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. കൂടുതൽ പേരും ഇതിലെ ഈ കഥയിൽ പസന്തീത കിർദാറായി പറഞ്ഞിട്ടുള്ളത് സമീറാണ്. കാരണം സമീർ ഇതിലെ അതെ 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 ഈ ഒരു കഥയിലെ ഒരു മുഖ്യ കഥാപാത്രം എന്ന് തന്നെ പറയാവുന്നത് സമീറിന്റെ. അച്ഛനില്ല, വീടില്ല, അതെ അതെ, എങ്ങോട്ടാ പോവണ്ടി എന്നറിയാതെ പോയ ഒരു സമീർ. മാത്രമല്ല പിന്നെ സമീറിനെ സൽമാൻ സഹായിച്ചതിന് ശേഷം സൽമാനെ തിരിച്ച് സഹായിക്കുന്ന ഒരു മനോഭാവം, ഒരു മനസ്സ്, അതിനെ പ്രത്യേകം നമ്മൾ എടുത്ത് കാണണം. പിന്നെ ബാബുവിനെ എഴുതിയവരുണ്ട് കുട്ടികൾ. അതെ, ബാബു ഉണ്ട്. കാരണം ബാബു ആ തരത്തിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അതെ, അതുപോലെ സൽമാനെ കുറിച്ച് എഴുതിയവരുണ്ട്. അതെ, സൽമാനാണല്ലോ അവനെ ദത്തെടുക്കുന്നത്. അതെ അതെ.
ഈ രീതിയിലൊക്കെ പല തരത്തിലുള്ള ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇവരൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് തൽക്കാലം അതിൽ നിന്ന് ഒന്ന് പരിചയപ്പെടാം. തേക്കോ. ഇത്രയുമാണ് രണ്ടാമത്തെ പാഠത്തിൽ കാര്യമായിട്ടുള്ളത്. അതിലുള്ള പ്രവർത്തനങ്ങൾ ഇവയൊക്കെയാണ്. ബാബു സമീറുമായി സംസാരിച്ച് പിറ്റേ ദിവസം ബാബു സ്കൂളിലേക്ക് ചെല്ലുകയാണ്. സ്കൂളിലേക്ക് എത്തിയ ഉടനെ എന്തായിരിക്കും നമുക്ക് ഫസ്റ്റ് കേൾക്കുന്നത്? ബെല്ലടിക്കും. അതെ, അസംബ്ലിയിൽ ഫസ്റ്റ് ദുആയാനിസ്മ നമുക്ക് കേൾക്കാം അല്ലേ, പ്രാർത്ഥന. നമുക്ക് സ്കൂളിലെത്തി എന്നുള്ളൊരു അല്ലേ ഫുൾ ഫീലിങ്സ് കിട്ടുന്ന ഒരു സമയം പ്രാർത്ഥന. ഈ പ്രാർത്ഥനയാണ് ബാബു ആദ്യം കേൾക്കുന്നത്. ആ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ആ ദൂരെ സമീറും നിന്നിട്ട് എന്ത് ചെയ്യാണ്? പ്രാർത്ഥന ചൊല്ലുകയാണ്. വളരെ അല്ലേ ഒരു രംഗാലോചിച്ച് നോക്കണം. കുട്ടികളോടൊപ്പം സമീറും കൂടി അതിൽ പങ്കാളികളാവുന്നതാണ്. അവന് താല്പര്യമുണ്ട് അപ്പോൾ സ്കൂളിലേക്ക് വരാൻ അല്ലേ. ആ പ്രാർത്ഥനയാണ് നമുക്ക് ദുനിയാക്കെ രഖ്വാലെ എന്ന് പറയുന്ന മൂന്നാമത്തെ പാഠം. റെഡി. അതിൽ നമുക്ക് ഫസ്റ്റ് ആദ്യ പ്രവർത്തനം വരുന്നത് ഇത് മുഖ്തലിഫ് തൊർസോമെ ഖായെ, വ്യത്യസ്ത രീതിയിൽ പാടാൻ, ഈണത്തിൽ പാടാൻ. എല്ലാ പാഠവും സ്വാഭാവികമായിട്ട് വരുന്ന ഒന്നാണ് അല്ലേ. അതാണ് അത് താല്പര്യം ഉണ്ടാക്കുകയും ചെയ്യും. പല രീതിയിൽ പാടുമ്പോൾ എന്തായാലും മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഒക്കെ കഴിവുകൾ അല്ലേ, കഴിവുകൾ പരിശോധിക്കാനുള്ളൊരു ഈ പാട്ടിലൊക്കെ നല്ല രസകരമായ രീതിയിൽ പാടാവുന്നതാണ് അല്ലേ. ആലപിച്ച് തന്നിട്ടുണ്ട് നമുക്ക് അങ്ങനത്തെ. ഓക്കെ. അതിന് ശേഷം രണ്ടാമത്തെ പ്രവർത്തനം പറയുന്നത് ഹവാസൽഫാസ് അല്ലേ, ഒരേ ശബ്ദ പദങ്ങൾ അല്ലേ, സമാന ശബ്ദ പദങ്ങൾ. ഹവാസൽഫാസ് നമ്മൾ 5ാം ക്ലാസ്സിൽ നിന്ന് പരിചയപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ അതൊന്ന് എത്രയും പെട്ടെന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ച് നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് നോക്കാം. ഓക്കെ. അതിന് ശേഷം വന്നിട്ടുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു രണ്ട് വരിയുടെ ഒരു ഷെയറിൻ്റെ 2 വരിയുടെ മത്ലബ് എഴുതാൻ. മത്ലബ് എഴുതുന്ന എല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് പാഠഭാഗങ്ങളിൽ ഇനി വരുന്ന കവിതകളിലൊക്കെ പലപ്പോഴും മത്ലബ് തീർച്ചയായിട്ടും 10ാം ക്ലാസ്സിൽ വരെ വരും തീർച്ചയായും. ചിലപ്പോൾ മത്ലബ് എന്ന് പറയും, ചിലപ്പോൾ മഫ്ഹൂം എന്നൊക്കെ പറയും. പേരങ്ങനെ പറഞ്ഞാലും അത് എഴുതൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഉറുദുവിനെ സംബന്ധിച്ചിടത്തോളം. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. പെട്ടെന്ന് മാർക്ക് കിട്ടാനും. അതെ, വളരെ പ്രധാനപ്പെട്ടാണ് മത്ലബ് അല്ലേ. നമുക്ക് 2 വരി എടുത്തിട്ട് എങ്ങനെയാണത് എഴുതുന്ന രൂപം ഇതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ഇനി നമുക്ക് അടുത്ത പാഠം അല്ലേ, ഹാസിർ ഹോ മദദ് കോ അല്ലേ. അടുത്ത പാഠത്തിലേക്ക് നമുക്കൊന്ന് പോവാം. ഓക്കെ. അപ്പോൾ അടുത്ത പാഠം ഹാസിർ ഹോ മദദ് കോ, സഹായിക്കാൻ സന്നദ്ധനാണ് അല്ലേ. അങ്ങനെ ക്ലാസ്സിലെത്തി, ടീച്ചർ പ്രസൻ്റ് എടുത്തു. പിന്നെ ടീച്ചർ ആദ്യമായിട്ട് ഇന്ന് ആര് ഡയറി കേൾപ്പിക്കും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാബു ഞാൻ റെഡിയാണ് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ബാബു ഡയറി വായിക്കണം. ആ ഡയറിയാണ് ഈ പാഠം. ഓക്കെ. അപ്പോൾ ആ ഡയറിയിൽ ബാബുവിനുണ്ടായ അനുഭവങ്ങളൊക്കെ, സമീറിനെ കണ്ടുമുട്ടിയതും സമീറുമായിട്ടുള്ള സംസാരിച്ചതും, അങ്ങനെ രൂപമാണ് ഇതിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ സമീറുമായി കണ്ടുമുട്ടിയ കാര്യങ്ങളാണ് ബാബുവിൻ്റെ ഡയറിയിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് ചിന്തിച്ച് എനിക്ക് ഉറങ്ങാൻ വരെ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഡയറി നിർത്തുന്നത്. അതെ. അപ്പോൾ ഈ ഡയറിയിൽ ഈ ഡയറി കൊടുത്തിട്ട് കുട്ടികളോട് പറഞ്ഞൊരു ഫസ്റ്റ് വർക്ക് എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പല സംഭവങ്ങളും ഉണ്ടാവാം, അത് ഓർത്തുകൊണ്ട് ഒരു ഡയറി തയ്യാർ കീജിയെ ലിഖിയെ എന്നുള്ളതാണ്. ഇഷ്ടം പോലെ അനുഭവങ്ങൾ ഉണ്ടാവും. അതെ അല്ലേ, ഇങ്ങനെ പാവം കുട്ടികളെ കണ്ടതോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് യാത്ര ചെയ്തതോ, അതെ ഒരുപാട് സഹായിച്ചതുമായി ബന്ധപ്പെട്ടത് പിന്നെ എഴുതുന്ന രൂപം ആദ്യം മനസ്സിലാക്കണ്ടേ. ഡയറി എഴുതുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ഫോം
അപ്പം അതിന്റെ താരീഖ് തീർച്ചയായിട്ടും എഴുതണം, അതെ ദിവസം എഴുതണം. ദിവസം എഴുതണം. അതെ ആ ഒരു ഓക്കെ പിന്നെ പൊതുവായിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് പിന്നെ അജ്ക ദിൻ കബി നഹി ഭൂൽ സക്ത, മറക്കാൻ കഴിയാത്തതാണെങ്കിൽ അതെ. അത് പൊതുവെ കുട്ടികൾക്ക് വളരെ എന്നൊക്കെ പറഞ്ഞ് അല്ലേ ഡയറി എഴുതുമ്പോൾ അങ്ങനെ ഒരു സെന്റൻസ് ഒക്കെ കുട്ടികൾക്ക് ആദ്യം വളരെ സന്തോഷമുള്ളതാണെങ്കിലും ആ. ഒരുപാട് പ്രയാസമുള്ള ഒരു സംഗതിയെക്കുറിച്ച് ഡയറി എഴുതുകയാണെങ്കിലും അത്തരം ഒരു സെന്റൻസ് യൂസ് ചെയ്യാം. യൂസ് ചെയ്യാം. അത് തീർച്ചയായിട്ടും. അപ്പോൾ ആ സെൻറ്റൻസൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്കൊരു ഡയറിയുടെ ഒരു മോഡൽ നോക്കാം അല്ലേ? നോക്കൂ. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വർക്കായിട്ടുള്ളത് ഹമാരെ ദേശ് മേ കൈ ബच्चे ബച്പൻ മേ ഹി മസ്ദൂരി കർനെ പർ മജ്ബൂർ ഹെ ക്യോ. നമ്മുടെ നാട്ടിൽ ധാരാളം കുട്ടികൾ ഇതുപോലെ നേരത്തെ പറഞ്ഞു തൊഴിൽ ചെയ്യാൻ നിർബന്ധിതരാണ്. ഇതെന്തുകൊണ്ടാണ് എന്ന് ഹയാലാത്ത് എഴുതാൻ വേണ്ടിയാണ്. ശരിക്കും അത് നേരത്തെ വന്ന ഒരു ചോദ്യത്തിന്റെ ഒരു കണ്ടിന്യൂഷനാണ്. എളുപ്പമുണ്ടായിരിക്കും കുട്ടികൾക്ക് ഇത് ചെയ്യാൻ. വാക്കുകളൊക്കെ കാരണം ഇത് ആദ്യത്തെ പാഠത്തിൽ തന്നെ ഗരീബി ഹോ സക്തി ഹെ എന്നുള്ള അങ്ങനെ ഒരു കുറേ ക്ലൂസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഈ വർക്ക് നല്ല രീതിയിൽ കുട്ടികൾ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇനി അടുത്ത പാഠത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്ത പാഠം ഹിന്ദി ഹെ ഹം എന്നതാണ്. അതെ. ഇത് ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു പാഠമാണ്. ഇന്ത്യയിലേക്ക് വരുന്നത് ഈ ഡയറി ആണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത്, ബാബുവിൻ്റെ ഡയറി. ഈ ബാബുവിന്റെ ഡയറി കേട്ട സമയത്ത് ടീച്ചർക്ക് വലിയ സന്തോഷമായി. കാരണം ഇതൊരു പ്രത്യേക തരം ഒരു ഡയറി ആണല്ലോ. അപ്പോൾ ഡയറി വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് ബാബുക്കോ മുബാറക് ബാദ് ദേക്കർ ബാബുവിനെ അഭിനന്ദിച്ചുകൊണ്ട് ബാബുവിനോട് പറയാണ്, അടുത്ത യൗമെ ആസാദിക്ക് മൗക്കപ്പർ, സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ സമയത്ത് ഈ ഡയറി അവതരിപ്പിക്കാനുള്ള ഒരു അവസരം നിനക്ക് നൽകാം എന്ന് ബാബുവിനോട് പറയാണ്. അപ്പം അതിന് ശേഷം സ്വാഭാവികമായിട്ടും അത് കഴിഞ്ഞിട്ട് അടുത്ത സ്വാതന്ത്ര്യദിനം ആകുന്നു. കുട്ടികളൊക്കെ ചെറിയ ചെറിയ ഇന്ത്യൻ ഫ്ലാഗുമായിട്ട് കൗമി ജണ്ടയുമായിട്ട് സ്കൂളിൽ വരികയാണ്. വന്നതിന് ശേഷം ആ സമയത്ത് കൗമി ഗീത് കി ആവാസ്, ദേശഭക്തി ഗാനത്തിന്റെ ഈരടികൾ കൊണ്ട് അവിടെ അന്തരീക്ഷമാകെ മുഴങ്ങാൻ. ആ ഗാനമാണ് നമ്മുടെ പാഠം. അതെ, ഹിന്ദി ഹെ ഹം എന്നത്. ഇത് തറാനെ ഹിന്ദി എന്ന പേരിലാണ് അല്ലാമ ഇക്ബാലാണ് അല്ലാമ ഇക്ബാലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ പാഠം പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും അല്ലാമ ഇക്ബാൽ ആരാണ് എന്നതും അല്ലാമ ഇക്ബാലിൻ്റെ രചനകൾ എന്തൊക്കെയായിരുന്നു എന്നും ഈ പാട്ടിന് വലിയ പ്രത്യേകത ഉണ്ട്. വളരെയധികം പ്രത്യേകതയുള്ള ഈ പ്രസിദ്ധി ആവാനുള്ള കാരണം, അതെ എന്തുകൊണ്ടാണ് ഇത്ര പ്രശസ്തമായത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഗുൽസാർ ക്ലാസ്സിലൂടെ. പക്ഷെ ഒരു ഈ സാരേജാം സച്ച് ഉണ്ടല്ലോ, ഒരു പക്ഷെ ഉറുദു ആണ് എന്ന് പോലും പലർക്കും അറിയില്ല. സത്യമായിട്ടും മാത്രമല്ല ഇത് എത്രത്തോളം പ്രസിദ്ധമാണെന്ന് വെച്ചാൽ ഉറുദു തീരെ അറിയാത്തവർ പോലും ഇഷ്ടപ്പെടുകയും അവരുടെ നാവിൽ തത്തിക്കളിക്കുന്ന ഒരു വളരെ പ്രശസ്തമായ ഗീതമാണ്. ആ മ്യൂസിക് ഒരുപാട് ആളുകൾ റിംഗ് ടോൺ ആയി കൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. നമുക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. കാരണം നമ്മൾ ഇന്ത്യക്കാരനാണ് എന്നുള്ളതും പിന്നെ ഉറുദുവിൽ എഴുതിയതാണ് എന്നും ഇത് കേൾക്കുമ്പോൾ നമ്മുടെ രാജ്യസ്നേഹം തുളുമ്പണം. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ രാജ്യത്തോട് സ്നേഹം ഉണ്ടോ എന്നുള്ളത് സംശയിക്കണം. അതെ, നമ്മുടെ ക്ലാസ്സിൽ പിന്നെ പറയുന്നുണ്ട് നമ്മുടെ ഗസ്റ്റ് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധിയുടെ പിന്നെ ഈ ഗാനം കേട്ടിട്ട് രാജ്യസ്നേഹം തുളുമ്പാത്തവനുണ്ടെങ്കിൽ അവൻ ഭാരതീയനല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് മനോഹരമായൊരു കൗമികീതാണ്. അതെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഒന്ന് അത് നമ്മൾ നേരത്തെ ഒരു പറഞ്ഞതാണ്. ഒരു കവിത വന്നാൽ സ്വാഭാവികമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു പ്രവർത്തനമാണ് വ്യത്യസ്ത ഈണത്തിൽ. നല്ല പാട്ടറിയുന്ന കുട്ടികൾക്ക് നല്ലൊരു ചാൻസും ആണിത്. അതെ, തീർച്ചയായിട്ടും. മറ്റൊന്ന് ഇതിലെ വളരെ പ്രധാനപ്പെട്ട 2 വരികൾ, മസ്ഹബ് നഹി സിഖാതാ आपस में बैर रखना, हिंदी है हम वतन है हिंदुस्तान हमारा. ശരിക്കും
ശരിക്കും ഈ സാരിദഹംസയിലെ വളരെ പ്രധാന വളരെ മനോഹരമായ വരികളാണ്. പറഞ്ഞാൽ അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു 2 വരി എന്നുള്ള രീതി. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഈ ഷിയറിന്റെ മത്ലബ് എഴുതാൻ ഈ 2 വരി തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം. തീർച്ചയായിട്ടും. മറ്റ് അതല്ലെങ്കിൽ ഇഷ്ടമുള്ള 2 വരി തിരഞ്ഞെടുത്ത് മത്ലബ് എഴുതാ എന്ന് പറയാമായിരുന്നു. പക്ഷേ ഇവിടെ ഈ 2 വരി തന്നെ കൊടുക്കാനുള്ള കാരണം ഈ 2 വരിയിൽ എന്തൊക്കെയാണ് ആശയങ്ങളുള്ളത് എന്ന് കുട്ടികൾക്ക് ബോധ്യപ്പെടണം. അത് അവരുടെ ജീവിതത്തിൽ അവർ പകർത്തണം എന്നുള്ളത് കൊണ്ട്. പക്ഷേ ഈ 2 വരി തന്നെയായിരിക്കും ഈ സാരജാംസച്ച എന്ന ഈ കവിതനെ ഇത്രയും പ്രശസ്തമാക്കിയത്, മനോഹരമാക്കിയത്. ഈ മതേതര അപ്പോൾ പരസ്പരം ഒരു വൈരം ദേഷ്യം വെക്കാനുള്ള ഒരു സംഗതി ഒരു മതവും പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാ മതവും സൗഹാർദ്ദമാണ് പഠിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും ഒറ്റ രാജ്യക്കാരാണ്, എല്ലാവരുടെയും ദേശം ഒന്നാണ് എന്നുള്ള ഒരു പ്രത്യേക വ്യത്യാസം ഉണ്ടാവും, ഭാഷ വ്യത്യാസം ഉണ്ടാവും, സംസ്കാര വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിന്റെ മഫ്ഹൂം അല്ലേ, പക്ഷേ ഒറ്റ ഹിന്ദുസ്ഥാനി ആ ഒരു വികാരത്തിൽ നാം ഒന്നാണ്. ഓക്കെ, നമുക്ക് ആ മഫ്ഹൂം ഒന്ന് ആ പ്രവർത്തനം നോക്കാം. നമുക്ക് നോക്കാം. ഓക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയും പാഠഭാഗങ്ങളാണ് 2ാമത്തെ യൂണിറ്റിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. ഓക്കെ, 1ാമത്തെ യൂണിറ്റിലെയും 2ാമത്തെ യൂണിറ്റിലെയും എല്ലാ പാഠങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതുവരെ മുന്നോട്ട് പോകുന്നത്. അതെ, നമ്മൾ ക്ലാസ്സുകൾ ഒരു പ്രത്യേകതയായിട്ട് മനസ്സിലാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും കവർ ചെയ്തുകൊണ്ടാണ് ഇതുവരെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് നന്ദി, ശുക്രിയ, ഖുദാ ഹാഫിസ്.